നമസ്തേ. സാനിയ മിർസ ഒരു പാകിസ്ഥാനിയെ വിവാഹം ചെയ്തപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അത് വെറും പുറം കാഴ്ച. എന്നാൽ ഇപ്പോൾ അട്ടാരി വാഗ അതിർത്തി അടച്ചതിന് ശേഷം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം പഞ്ചാബിൽ മാത്രം 83,000 സ്ത്രീകൾ പാകിസ്ഥാൻ പൗരന്മാരെ വിവാഹം ചെയ്തെന്നും പാക് പൗരത്വം സ്വീകരിക്കുന്നതിന് പകരം അവർ അവിടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡാറ്റ നിലവിൽ സ്ഥിരീകരിക്കാൻ യാതൊരു പഴുതുമില്ല. പക്ഷേ നമ്മുടെ സംവിധാനത്തിലെ വളരെ അപകടകാരിയായ ഒരു ലൂപ്പ് ഹോളാണിത്. പരിപൂർണമായും പാക് അനുഭാവികളായി ഈ കുട്ടികളെ പാലും തേനും കൊടുത്ത് വളർത്തുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്, അതും നമ്മുടെ സ്വന്തം ചിലവിൽ. എത്ര ISI ഏജന്റുമാരെ, ഭാവിയിലെ സ്ലീപ്പർ സെല്ലുകളെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന എന്ന് ചിന്തിച്ചാൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന്റെ തല കറങ്ങും. ഇന്ത്യയിൽ 30 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന പഞ്ചാബി കാശ്മീരി മുസ്ലിം കുടുംബങ്ങളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം നിഷ്പക്ഷമായി ചിന്തിക്കും. ഈ സ്ത്രീകൾ പാകിസ്ഥാനികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് അവരുടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ തയ്യാറുമല്ല. പാകിസ്ഥാനി പതാക കത്തിച്ചാൽ പൊള്ളുന്ന ഇവർക്ക് ഇന്ത്യയിൽ കുട്ടികൾക്ക് ജന്മം നൽകുകയും അവരെ രേഖാപ്രകാരം ഇന്ത്യൻ പൗരന്മാരാക്കുകയും വേണം. അങ്ങനെ അവർക്ക് ഭാവിയിൽ ഇന്ത്യയിൽ ഇരുന്ന് ഇന്ത്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനി ഏജന്റുകളാവാൻ കഴിയും. നമ്മൾ ചിന്തിക്കുന്നതിനും വളരെ ഗൗരവമേറിയ പ്രശ്നമാണിത്. എന്തുകൊണ്ട് കാശ്മീരികളിൽ നല്ലൊരു വിഭാഗം പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരമാണിത്. കടലാസിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഇന്ത്യക്കാർ. മനസ്സുകൊണ്ട് അവർ നല്ല ഒന്നാന്തരം പാകിസ്ഥാനി മുസ്ലിങ്ങളാണ്. തലമുറകൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ബംഗ്ലാദേശികളെ പുറത്താക്കാൻ വേണ്ടിയല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത്. മറിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് CAA, NRC എന്നിവയെ കോൺഗ്രസ് നഖശിഖാന്തം എതിർക്കുന്നതും. ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ലാത്തൊരു ഗതികേട് ഇന്ത്യക്കുണ്ട്. എന്താണെന്നാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി പോലും പാകിസ്ഥാനിലില്ല. എന്നാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കോടിക്കണക്കിന് പേർ ഇന്ത്യയിലുണ്ട്.